ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്തത്ര ആഴത്തിലുള്ള പതനം CPM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായതിൻ്റെ വാദപ്രതിവാദങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ EK നായനാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാത്തിനും കുറേ ന്യായങ്ങളുണ്ട്. അദ്ദേഹം അതിന് കൊടുത്ത പേര് ബലാഗുളിച്യാദി ന്യായം എന്നുള്ളതാണ്. ബലാഗുളിച്യാദി തൈലം എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയാണ് ബലാഗുളിച്യാദി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബലാഗുളിച്യാദി ന്യായം സ്വാഭാവികമായിട്ടും ബലാഗുളിച്യാദി ന്യായം ആയിരിക്കും CPMൻ്റെ സംസ്ഥാന ഘടകം ഇത് സംബന്ധിച്ച് നടത്തുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അതാണ് നടന്നത്. ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ശ്രീ MV ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനം അതിൻ്റെ ഒരു നിദർശനമാണ്. അതിലല്പം എണ്ണയിലൊരല്പം അയവ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ബലാഗുളിച്യാദി ആരംഭിക്കാൻ പോകുന്നുള്ളൂ. ബലാഗുളിച്യാദി ന്യായങ്ങൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നടക്കുന്ന പല വിലയിരുത്തലുകൾക്ക് ശേഷം വരുന്ന എല്ലാം തന്നെ ഏതാണ്ട് ബലാഗുളിച്യാദി, വസ്തുതകളെ തൊടാത്ത, അടിസ്ഥാനപരമായി തെറ്റുകൾ തിരുത്താൻ തയ്യാറാകാത്ത, അല്ലെങ്കിൽ ഇതൊന്നും തെറ്റല്ല, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വരുന്ന തിരിച്ചടികളാണെന്നും ജനങ്ങൾ ചില കാര്യങ്ങൾ മറന്നുപോയെന്നും വികസനം ജനങ്ങൾ കണ്ടില്ലെന്നും അല്ലെങ്കിൽ ഇന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ബലാഗുളിച്യാദി ന്യായങ്ങൾ അവർ നിരത്തുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അടിസ്ഥാനപരമായി എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ സൂചനകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഒരു കലാപമാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരു ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞതാണ്, കണ്ണൂർ രാഷ്ട്രീയം അല്ലെങ്കിൽ CPMൻ്റെ കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്ന ആ അവസ്ഥ, ഒരു കണ്ണൂർ രാഷ്ട്രീയം എന്ന് ഇനി പറയാൻ പാടില്ല. കാരണം കണ്ണൂരിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ തിരുത്തലിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരു കലാപം അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണെന്ന് നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പല നേതാക്കളും, ഉദാഹരണം പാർട്ടിയുടെ കോട്ടകൾ, പാർട്ടിയുടെ ഗ്രാമങ്ങൾ, നിരവധി ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്ന 3 മണ്ഡലങ്ങളിലെ തകർച്ച അപ്രതീക്ഷിതമായ തകർച്ചയാണ്. ഒരുപക്ഷെ മാവോ സേതുങ്ങോ മാർക്സോ ലെനിനോ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആഴത്തിലുള്ള പതനമാണ് ആ 3 മണ്ഡലങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. വിചാരിച്ചതിനേക്കാൾ അപ്പുറം ആരും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. ആ തകർച്ചയാണ്. ആ തകർച്ചയുടെ കാരണങ്ങൾ എന്താണ് എന്ന് ഉള്ളത് അവിടെ മത്സരിച്ച് ജയിക്കുകയും വിമതന്മാരായിട്ട് മാറുകയും മത്സരിച്ച് ജയിക്കുകയും എതിർപക്ഷത്തിൻ്റെ വോട്ടോടുകൂടി ജയിക്കുകയൊക്കെ ചെയ്ത് കത്തിക്കയറി നിൽക്കുന്ന സന്ദർഭത്തിൽ പുറമേ നിന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം TK ഗോവിന്ദൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒക്കെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ്. അതിലെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ ഇപ്പോൾ കടക്കുന്നില്ല. ഏറ്റവും പ്രധാനം കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖനായ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹം പാർട്ടിയിൽ എന്തായിരുന്നുവെന്നും അദ്ദേഹം പാർട്ടിയെ എങ്ങനെയാണ് നയിച്ചതെന്നും നമ്മളെല്ലാം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ, അദ്ദേഹം ഇല്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ, അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ പാർട്ടി പതറിപ്പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് തുറന്നു പറച്ചിലുകൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇത് കണ്ണൂരിൽ നിന്ന് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് P ജയരാജൻ ആർമി എന്ന് പറയുന്ന, ഞങ്ങൾ കണ്ണൂരിൽ പല സ്ഥലത്തും പോയപ്പോഴത്തേക്ക് ഞങ്ങൾ പല ആളുകളെയും കണ്ടു. ആ കണ്ട് സംസാരിച്ചവരെല്ലാം തന്നെ PJ ഫാക്ടർ അവർ പറയുന്നുണ്ട്. PJ ഫാക്ടർ, PJ ഇഫക്റ്റ്, പെർഫെക്റ്റ് PJ എന്നൊക്കെ അവർ അതിനെ ടൈം ഉപയോഗിക്കുന്നത്. പെർഫെക്റ്റ് PJ. 3 ജയരാജന്മാരവിടെ ഉണ്ടെങ്കിലും പെർഫെക്റ്റ് ആയുള്ള ജയരാജൻ P ജയരാജനാണ്. അദ്ദേഹം എതിരാളികളിൽ നിന്ന് നേരിട്ട പീഡനങ്ങൾ, അതിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അദ്ദേഹം ഒരിടത്തും എത്തിയില്ല. അദ്ദേഹത്തിൻ്റെ മക്കളോ ഒരിടത്തും എത്തിയില്ല. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് ഇന്നും ജീവിക്കുന്ന ആ മനുഷ്യരാണ്. അവരെയൊക്കെ തന്നെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട്, ഉദാഹരണം പറയാം, കൊലപാതകികളെപ്പോലും ഷുവർ സീറ്റിൽ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്ന ഒരു സംസ്കാരം അവിടെ ഉണ്ട്. അപ്പോഴാണ് പാർട്ടിക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ച P ജയരാജൻ ഒരു ഷുവർ സീറ്റ് പോലും കൊടുക്കാതെ ഇന്നും അദ്ദേഹം പിന്നാമ്പുറങ്ങളിൽ കിടക്കുന്നത്. അപ്പോഴും അദ്ദേഹം പാർട്ടി നൽകുന്ന ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. തളിപ്പറമ്പിൽ അദ്ദേഹത്തിന് ചുമതലയുണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചതാണ്. തളിപ്പറമ്പിൽ പാർട്ടിയുടെ ചുമതല അദ്ദേഹത്തിനായിരുന്നു, പ്രചാരണത്തിൻ്റെ. നിർഭാഗ്യവശാൽ അദ്ദേഹം മാത്രം വിചാരിച്ചാൽ പോരല്ലോ, ജനങ്ങളാണല്ലോ, അൾട്ടിമേറ്റ് ജനങ്ങളാണല്ലോ. പാർട്ടി പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാർട്ടി കേഡേഴ്സ് എന്ന് പറയുന്നൊരു സ്വഭാവം ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടി ഗ്രാമങ്ങൾ അപ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞതാണ്. പാർട്ടി ഗ്രാമം എന്നുള്ള സങ്കല്പം മാറുകയാണ്. ആ സങ്കല്പത്തിന് ഇനി പ്രസക്തിയില്ല. 10-30 വയസ്സിൽ താഴെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞാൽ
അവർ ഗ്രാമം എന്താണെന്ന് തന്നെ അവർക്കറിയില്ല. അവർ ഗ്ലോബൽ സിറ്റുവേഷനിലാണ് കഴിയുന്നത്. ഒരു ആഗോള ഗ്രാമത്തിൽ ജീവിക്കുകയാണ് അവർ. ആഗോള ഗ്രാമത്തിൽ ജീവിക്കുമ്പോഴത്തേക്ക് പാർട്ടി ഗ്രാമം എന്ന് പറയുന്ന സങ്കല്പത്തോട് അവർക്ക് പുച്ഛം തോന്നാനേ സാധ്യതയുള്ളൂ. എന്തായാലും ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അടിസ്ഥാനപരമായ മറുപടികൾ പറയാൻ പാർട്ടി തയ്യാറാകുമോ എന്നുള്ളതാണ് പാർട്ടിയെ സ്നേഹിക്കുന്നവരും പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരും പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ട് പാർട്ടി വളരണമെന്ന് ആഗ്രഹിക്കുന്നവരും വളർന്നില്ലെങ്കിൽ തന്നെ തളരരുതെന്ന് ആഗ്രഹിക്കുന്നവരും തളരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല പല കാരണങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ കിടക്കുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹം ഈ ബലാകുളിച്ചാതി ന്യായത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് അടിസ്ഥാനപരമായി ജനങ്ങൾ പല കാര്യങ്ങളും വിസ്മരിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും. എല്ലാ കാലത്തും ഉള്ളതല്ലേ പരിശോധന എന്ന് പറയുന്നത്? എല്ലാ കാലത്തും ഉള്ളതല്ലേ പരിശോധന? പരിശോധിച്ചിട്ട് എന്ത് തിരുത്തലുകൾ വരുത്തും? തിരുത്തലുകൾ വരുത്തിയ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. തിരുത്താൻ വരുന്നവരെ തിരുത്തി പുറത്താക്കുന്ന ഒരു പാരമ്പര്യമാണ് പാർട്ടിക്കുള്ളത്. എത്ര നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. പാർട്ടിയിലെ ആശയപരമായ തിരുത്തലുകൾക്ക് തയ്യാറാവാത്തതുകൊണ്ടാണല്ലോ പാർട്ടി പലപ്പോഴും പിളർപ്പിലേക്ക് പോയിട്ടുള്ളത്, പല ആളുകളും മാറിപ്പോയിട്ടുള്ളത്. അപ്പോൾ തിരുത്താൻ തയ്യാറാകുമെന്ന് ഞങ്ങളും കരുതുന്നില്ല. പക്ഷെ എന്തായാലും ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കനത്ത ആഘാതമാണ്, കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വസ്തുത പോലും വേണ്ടത്ര രീതിയിൽ ആഴത്തിൽ പരിശോധിക്കാൻ ഇവർ തയ്യാറാവുമോ എന്ന് വളരെ സംശയമാണ്. തൽക്കാലം ഞങ്ങൾ ഇവിടെ ഇത്രയേ പറയുന്നുള്ളൂ. തുടർന്നും ഞങ്ങൾ ഇത് സംബന്ധിച്ചുള്ള നിരവധി വിശകലനങ്ങൾ നടത്തുന്നതായിരിക്കും.